ഹലോ നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു മൂവി റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. കഴിഞ്ഞ കുറച്ച് സിനിമകളൊന്നും എനിക്ക് കണ്ടിട്ട് റിവ്യൂ ഇടാനൊന്നും സാധിച്ചിരുന്നില്ല, കാരണം കുറച്ച് തിരക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്നാണ് ശരി, ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ ജിത്തു ജോസഫ് സിനിമകളുടെ ഒരു വലിയൊരു ഫാനാണ്. അദ്ദേഹത്തിന്റെ ദൃശ്യവും മെമ്മറീസും മൈ ബോസും മമ്മി ആൻഡ് മിയും ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ജിത്തു ഒരിക്കലും ഒരു ട്രാക്ക് മാത്രം പിടിച്ചു പോകാത്തൊരു സംവിധായകനാണ്. പലപ്പോഴും ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സിനിമകളുടെ അല്ലെങ്കിൽ ത്രില്ലേഴ്സിന്റെ ഒരു ഡയറക്ടർ എന്നുള്ള പേരിൽ ഖ്യാതി കേട്ടിട്ടുള്ള ഒരു ഡയറക്ടറാണ് ജിത്തു. ജിത്തുവിൽ നിന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നതും ഇപ്പോൾ ഒരു ദൃശ്യം പോലെ, മെമ്മറീസ് പോലെയുള്ള ഒരു ത്രില്ലറൊക്കെയാണ്. അത് ജിത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹമായിട്ട് തന്നെ പലപ്പോഴും ആ ഒരു ഇമേജ് പൊളിച്ചെഴുതാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഇതിനിടയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത്തരത്തിലൊരു അറ്റംപ്റ്റ് ആണ് നുണക്കുഴി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ത്രില്ലർ ആണോ എന്ന് ചോദിച്ചാൽ ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും മെമ്മറീസ് ദൃശ്യം പോലത്തെ ആ ടൈപ്പ് ത്രില്ലർ അല്ല. അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു ഐറ്റം അല്ല ഇത്. പക്ഷേ ഇതിനകത്ത് ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഇതൊരു ത്രൂ ഔട്ട്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി ട്രാക്ക് പിടിച്ചിട്ടുള്ള ഒരു പടമാണ്. ഒരു കോമഡി പടമാണ്. നല്ലോണം ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പടമാണ്. ഇഷ്ടം പോലെ കോമഡിയുണ്ട്. സിറ്റുവേഷണൽ കോമഡിയാണ് കൂടുതലുള്ളത്. പക്ഷെ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിന് പറ്റുന്ന ആക്ടേഴ്സും ആണ്. ബേസിലായിക്കോട്ടെ, ബൈജു എടുത്ത് പറയണം. ബൈജുള്ള സീൻസൊക്കെ അടിപൊളിയാണ്. ഒരു പോലീസ് ഓഫീസറുടെ റോളിലാണ് ബൈജു സന്തോഷ് വന്നിട്ടുള്ളത്. മനോജ് കെ ജയൻ കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു ഹ്യൂമറസ് ക്യാരക്ടറിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള ഗ്രേസ് ആന്റണി ആയിക്കോട്ടെ, ഗ്രേസ് ആന്റണിയാണ് ഹീറോയിൻ. പുള്ളിക്കാരി എന്നറിയാലോ, ഏത് പടത്തിൽ വന്നാലും അടിച്ച് കസറുന്ന ഒരു ആളാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ റോള് ഒരു പ്രത്യേക ടൈപ്പ് ഒരു റോളാണ്. നല്ല ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ്. ആൻഡ് ഓൾസോ അജു, പിന്നെ അതുപോലെ നിഖില വിമൽ ചെറിയൊരു സീനാണ്. പക്ഷെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് നിഖില വിമൽ. കാരണമാണ് കഥ സത്യത്തിൽ തുടക്കത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പിടിവാശിയുടെ പുറത്താണ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വളരെ കുറച്ച് ഒരു 3-4 സീനിലേ ഉള്ളൂ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ. പിന്നെ ലെനയുണ്ട്. ലെനയുടെ ക്യാരക്ടറും കുറച്ച് സീനിലേ ഉള്ളൂ. ബേസിൽ അമ്മയായിട്ടാണ് വരുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് പോകുന്നത്. കഥയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ല എൻഗേജിങ് ആയിരുന്നു. ഒരു 2-2.25 മണിക്കൂർ മൊത്തം നമ്മളെ പിടിച്ചിരുത്തി കുറേ ചിരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ബൈജു സന്തോഷും ഇവർ ബേസിലും ഗ്രേസ് ആന്റണിയും അജു വർഗീസും എല്ലാം കൂടെ ഉള്ള കുറേ സീൻസ്. ആൻഡ് സിദ്ദിഖ്, ഞാൻ പറയാൻ വിട്ടുപോയത്, സിദ്ദിഖ്, മനോജ് കെ ജയൻ, പിന്നെ അൽത്താഫ് സലീം, നമ്മുടെ പ്രേമം, കുറേ സിനിമയിലൊക്കെ നിവിൻ്റെ പടത്തിലൊക്കെ ഉണ്ടല്ലോ, ഞണ്ടുകളുടെ നാട്ടിലിടെ വേള, ആ പുള്ളി അൽത്താഫിൻ്റെ കുറേ സംഭവങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന കുറേ സീനുകളുണ്ട്. ബിനു പപ്പു, ഇവരുടെ ഒരു ഗ്രൂപ്പിൽ വരുന്ന കുറെ സീനുകൾ, ആ പാലത്തിന്റെ അവിടെയുള്ള കുറെ സീൻ, സൈജു കുറിപ്പ്. ഫസ്റ്റ് പാഠം തുടങ്ങുമ്പോൾ ഒരു കൂട്ട ഐഡിയ ഉണ്ട്, ഒരു തട്ടുകടയിലുണ്ടാവുന്നത്. പിന്നീടാണ് നമുക്ക് ടുവേർഡ്സ് തന്നെ മനസ്സിലാവുന്നത് എവിടെ കൊണ്ട് നിർത്തുന്നത്, അത് എന്തുമായിട്ടാണ് ഈ കഥയായിട്ടുള്ള കണക്ഷൻ എന്നുള്ള സാധനം. അതൊക്കെ പ്ലേസ് ചെയ്തേക്കുന്ന രീതിയും ഓരോ കഥാപാത്രങ്ങൾ തമ്മിൽ അവരെ ഇപ്പൊ ഗ്രേസിന്റെ കഥാപാത്രം ബേസിലും തമ്മിൽ പരിചയപ്പെടുന്ന, അല്ലെ അവരുടെ ഒരു കോണ്ടാക്റ്റിലാകുന്ന കുറെ സീനുകളുണ്ട്. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും നമ്മൾ കണക്ട് ചെയ്ത് വരുന്ന ഒരു രീതി അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തത്. ഈ പഴയ പ്രിയദർശൻ പടത്തിലൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഇല്ല, ഒരു കുരുക്കുണ്ടല്ലോ, ആ ഒരു കുരുക്കാണ് ഈ ഒരു പടത്തിൽ. ഈ കുരുക്ക് എങ്ങനെ ഇവർ അഴിക്കുന്നുള്ളതാണ്. നുണക്കുഴി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവര് ഓരോ കഥാപാത്രങ്ങളും പറയുന്ന നുണകളാണ്. ആ നുണകൾ എങ്ങനെ ഇവർ സോൾവ് ചെയ്ത് എടുക്കുന്നു, എങ്ങനെ കുരുക്ക് ഇങ്ങനെ അഴിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഈ പടത്തിന്റെ ത്രൂ ഔട്ട് ഒരു കഥ പറയുവാണെങ്കിൽ പ്ലോട്ട്. അത് ബാക്കി നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ മതി, പറഞ്ഞാൽ ആ രസം പോവും. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ത്രില്ലർ പടത്തിന് വേണ്ടുന്ന വിജയമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ നല്ല ക്യൂരിയോസിറ്റി കൂട്ടാനായിട്ട് നമുക്കിങ്ങനെ അടുത്തെന്താന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. അത് ഞാൻ പറഞ്ഞത് ത്രില്ലർ ആണോന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ ത്രൂ ഔട്ട് ഒരു കോമഡി ത്രില്ലർ എന്ന് വേണം പറയാം. അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ സംഭവം, അങ്ങനത്തെ ത്രില്ലർ അല്ല. എന്നാൽ ഇതിനകത്ത് കുറച്ചൊരു എലമെന്റ് ഉണ്ട് താൻ. ആൻഡ് പടം കൊണ്ട് നിർത്തി എനിക്ക് ക്ലൈമാക്സ് മാത്രം കുറച്ചൊരു തൃപ്തിക്കേട് എന്ന് വെച്ചാൽ അവരൊരു സെക്കൻഡ് പാർട്ടിലേക്കുള്ളൊരു ഇതായിട്ടാണ് നിർത്തുന്നത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് പാർട്ടിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാമായിരുന്നു എന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി. എന്ന് വെച്ചാൽ അഴിക്കുന്നില്ല, അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഒരു തൃപ്തിക്കേട് ചെറുതായിട്ട് തോന്നി. ബാക്കി എനിക്ക് ത്രൂ ഔട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിട്ടുണ്ട്. നല്ല എല്ലാവരും കൊണ്ടും തിയേറ്ററിൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സിനിമയാണ്. മസ്റ്റ് വാച്ചാണ്. ഞാൻ അതിൻ്റെ കൂടുതൽ പറഞ്ഞ രസം കൊല്ലുന്നില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് അത്യാവശ്യം നല്ലോണം ആളുണ്ടായിരുന്നു. എല്ലാവരും നല്ലോണമായിട്ട് എൻജോയ് ചെയ്യുന്ന പോലെ, ഇഷ്ടംപോലെ പൊട്ടിച്ചിരിച്ച ആൾക്കാരൊക്കെ തീർന്നപ്പോൾ കൈയൊക്കെ അടിച്ച് അങ്ങനെ ആണ് ഈ പടം കണ്ടത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ നുണക്കുഴി കാണണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ജിത്തുവിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ സിനിമകളും വേണം, അല്ലേ? അല്ലാതെ എപ്പോഴും ത്രില്ലർ സിനിമകൾ, അല്ലെ സസ്പെൻസ് പടങ്ങൾ മാത്രം പോരാ. ഇത് നല്ലൊരു അറ്റംപ്റ്റ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നുണക്കുഴി എല്ലാവരും പോയിട്ട് കാണുക. കണ്ടവർ അഭിപ്രായം അറിയിക്കുക. നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ വരുന്നുണ്ട്. തങ്കലാനും ഒക്കെ കണ്ടിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കും. കാണാൻ പറ്റിയിട്ടില്ല, അപ്പോൾ കണ്ടിട്ട് റിവ്യൂ ഇടാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോസൊക്കെ ഇഷ്ടമാണ് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.